വിഷുവും കൃഷ്ണനും തമ്മിൽ എന്താണ് ബന്ധം എന്ന് നിങ്ങൾക്ക് അറിയുമോ? വിഷു ഒരു കാർഷിക ഉത്സവമാണ് എങ്കിലും അതിനു പിന്നിൽ ധാരാളം ഐതിഹ്യങ്ങൾ ഉണ്ട്. ഉത്സവങ്ങൾ ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ഓരോ നാടും അവരുടെ സംസ്കാരത്തിന് അനുസരിച്ചുള്ള ആരാധനാ രീതികൾ പിന്തുടർന്നു പോരുന്നു. കലി വർഷഗണനയിൽ വർഷത്തിന്റെ ആദ്യ ദിനം ആണ് വിഷുദിനമായി ആഘോഷിക്കപ്പെടുന്നത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വർഗാരോഹണത്തിന് അടുത്ത ദിവസം മുതലാണ് കലി വർഷ ആരംഭം എന്ന് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ടുതന്നെ മലയാള പുതുവർഷവും കൃഷ്ണനും തമ്മിൽ ബന്ധം വന്നു. ഒരു കൊച്ചുകുട്ടി ഒരിക്കൽ അവന്റെ പൂജാരിയായ അച്ഛനൊപ്പം എന്നും ക്ഷേത്രത്തിൽ ചെല്ലുകയുണ്ടായി. ഒരിക്കൽ ഒറ്റയ്ക്ക് ചെന്ന ബാലൻ കൃഷ്ണൻ തന്റെ കഴുത്തിൽ കിടന്ന തിരുവാഭരണം ഊരി നൽകി. കുട്ടി അത് തന്റെ അച്ഛനെ കാണിച്ചപ്പോൾ നീയത് മോഷ്ടിച്ചതാണ് എന്ന് പറഞ്ഞ് ആ കുട്ടിയെ തല്ലുകയും ചെയ്തു. ദേഷ്യം വന്ന കുട്ടി കരഞ്ഞുകൊണ്ട് അതെടുത്തെറിഞ്ഞു. അടുത്തുനിന്ന മരത്തിൽ വീണു. അപ്പോൾ തന്നെ അത് പൂത്തു. അതാണ് വിഷുക്കൊന്നയെന്നും അതെടുത്തു ഭഗവാന് മുൻപിൽ കണിയൊരുക്കിയെന്നും ഒരു കഥയുണ്ട്. ഇതാണ് വിഷുവും കണിക്കൊന്നയും തമ്മിലുള്ള ഐതിഹ്യബന്ധം. ഭാരതത്തിലെ ഏറ്റവും ഫലഭൂയിഷ്ഠമായ സംസ്ഥാനമാണ് കേരളം. കേരളം ഉണ്ടായതിനെ പറ്റി ഭാഗവത പ്രഭാഷണത്തിൽ കേട്ട ഒരു കഥ പറയാം. എല്ലാവർക്കും അറിയാം, പരശുരാമൻ മഴു എറിഞ്ഞാണ് കേരളം ഉണ്ടായതെന്ന്. പരശുരാമൻ തന്റെ അവതരോദ്ദേശം നിറവേറ്റിയ ശേഷം തന്റെ ചൈതന്യം മുഴുവൻ ശ്രീരാമദേവനിലേക്ക് പ്രവഹിപ്പിച്ചു. അതിനുശേഷം തനിക്ക് സ്വൈര്യമായി ഇരുന്നു തപസ്സു ചെയ്യാനായി ഭാരതത്തിന്റെ തെക്ക് ഭാഗത്തേക്ക് യാത്ര ചെയ്തു. തനിക്കിനി തന്റെ ആയുധം മഴു ആവശ്യമില്ലെന്നു കണ്ടു. അദ്ദേഹം അത് കടലിലേക്കെറിഞ്ഞു. അങ്ങനെയാണ് കടലിൽ നിന്നും കേരളം ഉയർന്നു വന്നത്. അങ്ങനെ ഉയർന്നു വന്ന ഈ കരയിൽ നിറയെ ഫലവൃക്ഷങ്ങളും മറ്റും സമൃദ്ധമായി നിറഞ്ഞു നിന്നു. പരശുരാമൻ സ്വസ്ഥമായി തപസ്സു ചെയ്തുകൊണ്ടിരിക്കെ ഉത്തരദേശത്തു നിന്നും കുറച്ചു ബ്രാഹ്മണ കുടുംബക്കാർ ക്ഷത്രിയ രാജാക്കന്മാരെ ഭയന്ന് കേരളത്തിൽ എത്തപ്പെട്ടു. അവർ പരശുരാമനോട് ഈ ഭൂമി തങ്ങൾക്കു തരാൻ അപേക്ഷിച്ചു. പരശുരാമൻ ഈ ഭൂമി അവർക്ക് നൽകിയ ശേഷം തപസ്സു ചെയ്യാനായി ഹിമാലയത്തിലേക്ക് പോയി. പോകും നേരം ബ്രാഹ്മണർ ചോദിച്ചു, തങ്ങളെ ക്ഷത്രിയർ ഇനിയും ആക്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ എന്തു ചെയ്യുമെന്ന്. പരശുരാമൻ ഒരു മന്ത്രം അവരെ ഉപദേശിച്ചു നൽകി. എപ്പോൾ നിങ്ങൾ ഈ മന്ത്രം ചൊല്ലി എന്നെ സ്മരിക്കുന്നുവോ ആ നിമിഷം ഞാൻ നിങ്ങളുടെ സംരക്ഷണത്തിനായി എത്തും എന്ന് വാക്കും നൽകി. ഒരു ജോലിയും ചെയ്യാതെ തന്നെ പ്രകൃതി അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ ബ്രാഹ്മണർ വേദമന്ത്രങ്ങളും പൂജകളും യാഗങ്ങളും മാത്രം ചെയ്തുകൊണ്ട് കാലം കഴിച്ചു. വർഷങ്ങൾ പലതു കഴിഞ്ഞു. കാലക്രമേണ അവരിൽ പലരും സന്മാർഗത്തിൽ നിന്നും വഴിമാറി തുടങ്ങി. ഒരു ദിവസം ഒരു യാഗം നടന്നുകൊണ്ടിരിക്കെ ചിലർക്കൊക്കെ സംശയം. പരശുരാമൻ ഉപദേശിച്ചു, മന്ത്രം സത്യം തന്നെയാണോ എന്ന്. അവർ അതൊന്നു പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു. അവരെല്ലാവരും കൂടി ആ മന്ത്രം ജപിച്ചു. തൊട്ടടുത്ത നിമിഷം പരശുരാമൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തിന് കാര്യങ്ങൾ എല്ലാം മനസ്സിലായി. അദ്ദേഹം ക്രുദ്ധനായി. നിങ്ങൾ ധിക്കാരികൾ ആയി തീർന്നിരിക്കുന്നു. ഈ ഭൂമിയിൽ നിന്നും ധർമ്മം നശിച്ചുപോയി. നിങ്ങൾ അലസന്മാരും മടിയന്മാരും ആയതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. അതുകൊണ്ട് നിങ്ങളുടെ സകലതും നശിച്ചു പോകട്ടെ എന്ന് ശപിച്ചു. എല്ലാവരും കൂടി മാപ്പ് ചോദിച്ചു. പരശുരാമന് അവരോട് കനിവ് തോന്നി. അദ്ദേഹം പറഞ്ഞു, ഈ മണ്ണിൽ നിങ്ങൾക്ക് കൃഷി ചെയ്യാം. അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങൾ മുഴുവനും ഭഗവാന് സമർപ്പിച്ചിട്ടോ ആ പ്രസാദം കൊണ്ട് ആ വർഷം ജീവിക്കുക. അന്നു മുതൽ അവരെല്ലാം കൃഷി ചെയ്യാൻ തുടങ്ങി. കൊയ്ത്തു കഴിഞ്ഞാൽ സകലതും കൂടി ഭഗവാന് സമർപ്പിക്കും. അതിന്റെ ഓർമ്മക്കാണ് നമ്മൾ വിഷുക്കണി വെക്കുന്നത്. അങ്ങനെയാണ് വിഷു ഉണ്ടായത് എന്ന് ഒരു വിശ്വാസമുണ്ട്. വിഷുവിനെ ആദ്യം പറഞ്ഞിരുന്നത് വിഷ്ണു പൂജ എന്നായിരുന്നു. കാലക്രമേണ അത് വിഷു എന്നായി മാറി.